നമസ്കാരം. ഒക്ടോബർ 15-ാം തീയതിയാണ് ADM നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്നാൽ അതൊരു മരണമല്ല, കൊലപാതകമാണ് എന്ന നിലയിൽ തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധം എത്തി നിൽക്കുന്നത്. നവീൻ ബാബുവിൻ്റെ കുടുംബവും അത് തന്നെ വിശ്വസിക്കുന്നു. ഒക്ടോബർ 15-ാം തീയതി ആ മരണം കഴിഞ്ഞതിന് ശേഷം ആ മരണത്തിൻ്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തുടരന്വേഷണം നടത്തിയെങ്കിലും തൃപ്തികരമായ രീതിയിലല്ല അന്വേഷണം പോകുന്നത് എന്ന് കാണിച്ചുകൊണ്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ പോലുള്ള ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതിനാൽ അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളും മറ്റ് ഇതര ഉദ്യോഗസ്ഥ തലത്തിലുള്ള ബന്ധങ്ങളുമെല്ലാം ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കഴിഞ്ഞ നവംബർ 26-ാം തീയതി ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആയിരുന്നു ഈ കേസ് കേട്ടത്. ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലായിരുന്നു ഈ കേസ് എത്തിയിരുന്നത്. ബെച്ചു കുര്യൻ തോമസ് ഇതിൽ സത്വരമായ നടപടികൾ സ്വീകരിച്ചു. CBIക്ക് നോട്ടീസ് അയച്ചിരുന്നു. പോലീസിനോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടു. നിലവിൽ ഏതുവരെയായി അന്വേഷണം, ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും കേസ് ഡയറിയും കോടതിയിൽ ഹാജരാക്കണം എന്ന് ബെച്ചു കുര്യൻ പറയുകയുണ്ടായി. ഡിസംബർ 6-ാം തീയതിയിലേക്ക് കേസ് വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ചില സ്വാഭാവിക നടപടികളുടെ ഭാഗമായി, റോസ്റ്ററിങ്ങിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിലെ ജഡ്ജിംഗ് പാനലുകളെല്ലാം മാറുകയുണ്ടായി. ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിൽ നിന്നും അങ്ങനെ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. അഥവാ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നോക്കിയിരുന്ന ഈ കേസ് പിന്നീട് കേൾക്കേണ്ടത് കൗസർ എടപ്പകത്താണ് എന്നുള്ളതാണ് പിന്നീട് വന്നു ചേർന്ന സ്ഥിതിവിശേഷം. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിയമപുസ്തകം മാത്രം നോക്കി, അഥവാ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കീറിമുറിച്ച് പരിശോധിച്ച് നിയമം നടപ്പാക്കുന്നതിൽ അഗ്രഗണ്യനായ ഒരു ജസ്റ്റിസ് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് നിയമവൃത്തങ്ങളിൽ അറിയപ്പെടുന്നത്. മുൻകാല വിധികളെല്ലാം പരിശോധിച്ചുകൊണ്ട്, അതായത് മുൻകാല ജഡ്ജ്മെൻറ്റുകൾ കൃത്യമായും തൻ്റെ വിധികളിൽ അദ്ദേഹം പരാമർശിക്കാറുണ്ട്, പരിശോധിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായി കേസ് പഠിക്കുകയും കേൾക്കുകയും വാദങ്ങളിൽ നിന്ന് സാംശീകരിക്കുന്ന കാര്യങ്ങളുമെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷമാണ് ജസ്റ്റിസ് എടപ്പകത്ത് വിധി കൽപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ നവംബർ 26-ാം തീയതി നവീൻ ബാബുവിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ നീക്കുന്നതിന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ ഇപ്പോൾ ഡിസംബർ 27-ാം തീയതി ആയിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള ഒരു വിധി വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇത് കോടതി അലക്ഷ്യമായി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ വ്യാഖ്യാനിക്കരുത്. ഇത് സ്വാഭാവികമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു കാലതാമസം മാത്രമാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ മറുപടി. അദ്ദേഹം, അതായത് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വളരെ വിശദമായ രീതിയിൽ തന്നെ വിധി എഴുതുകയാവാം. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിധി പറയുന്നതിന് വേണ്ടി ഇത്രയും സമയമെടുക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ ഡിസംബർ 31-നകം തന്നെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ വിധി ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ പലരും ആശങ്കപ്പെടുന്നു, ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വരാൻ സാധ്യതയില്ല. കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി അഥവാ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് CPMലെ ഉന്നത നേതാക്കളും CPMൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും CBI അന്വേഷണം വരാൻ അവർ അനുവദിക്കില്ല. കാരണം നവീൻ ബാബു കണ്ണൂർ ADM ആയിരിക്കുന്ന അവസരത്തിൽ അവിടെ റവന്യൂ വകുപ്പുമായി കേന്ദ്രീകരിച്ച് നടന്ന കോടിക്കണക്കിന് അഴിമതികൾ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ, തിരിമറികൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. തളിപ്പറമ്പ് TTKM ദേവസ്വത്തിൻ്റെ ഭൂമി അന്യായമായി ക്രയവിക്രയം ചെയ്തു പല CPM നേതാക്കളുടെ പേരിലേക്കുമാക്കി. കൂടാതെ കണ്ണൂരും വയനാടും കേന്ദ്രീകരിച്ച് നടന്ന ഏതാണ്ട് 5000 കോടി രൂപയുടെ ഭൂമി ഇടപാടുകൾ, കള്ള ആധാരങ്ങൾ ചെങ്ങളായിലും കണ്ണൂരിലും പരിസര പ്രദേശത്തും അടുത്തിടെ ഉണ്ടായിട്ടുള്ള പെട്രോൾ പമ്പുകൾ, മറ്റ് വിവിധ ബിസിനസ് സംരംഭങ്ങൾ, ഇവയുടെയെല്ലാം അനധികൃത ഇടപാടുകളുടെ രേഖകൾ ഇതെല്ലാം നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിനെ CPMൻ്റെ ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ട്
കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ കേരളീയ പൊതു മനസാക്ഷിയിൽ നിലനിൽക്കുന്നത്. ഇത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും ആശങ്കപ്പെടുന്നത്. എന്നാൽ ഇത്തരം ചില സൂചനകൾ പങ്കുവയ്ക്കുന്ന കേരളീയ പൊതുമനസ്സ്, അതായത് CBI അന്വേഷണം വരാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോഴും നിയമവൃത്തങ്ങൾ കൃത്യമായി അവരും അടയാളപ്പെടുത്തി പറയുന്നു ഈ കേസിൽ കൃത്യമായി CBI അന്വേഷണം വരും. കാരണം പോലീസ് ഈ കേസിൽ ആദ്യമേ മുതൽ തന്നെ അലംഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു. നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ മുതൽ തുടങ്ങുന്നു ഇവരുടെ ഒത്തുകളി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇൻക്വസ്റ്റിൽ പറയുന്നത് പോലെ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു എന്നുള്ള ആ ഒരു പരാമർശം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലെല്ലാം കണ്ട ബ്ലഡ് സ്റ്റൈനിങ്, അതായത് രക്തം കട്ട കൂടി ഉറഞ്ഞു കിടക്കുന്നതിൻ്റെ നിറവ്യത്യാസങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സംശയാസ്പദമായി തന്നെയാണ് കാണുന്നത്. നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾ എടുത്തു പരിശോധിച്ചിരുന്നില്ല, അഥവാ പോസ്റ്റ്മോർട്ടം തന്നെ നടന്നിട്ടുണ്ടായില്ല എന്ന ചില സംശയങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നവീൻ ബാബുവിൻ്റെ തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പിന്നീട് നവീൻ ബാബുവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ച സമയത്ത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതശരീരത്തിൽ ഉണ്ടാകുന്ന തലയ്ക്ക് മുകളിൽ നിന്നും താടി വരെ വിലങ്ങനെ കെട്ടുന്ന ആ ഒരു കെട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ആന്തരികാവയവങ്ങൾ ടോക്സോളജിക്കൽ ടെസ്റ്റിന് വേണ്ടി എടുത്തയച്ചിട്ടില്ല. ആന്തരികാവയവങ്ങളിൽ വിഷാംശങ്ങൾ എത്തിയിട്ടുണ്ടോ, വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടോ, അഥവാ നേരിട്ട് വിഷം നവീൻ ബാബുവിൻ്റെ ആന്തരികാവയവത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിനുള്ള വിശദമായ രാസപരിശോധനയ്ക്ക് അയക്കുവാൻ വേണ്ടി ആന്തരികാവയവങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റ് ലാബിലേക്കും അത് അയച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോറൻസിക് അനാലിസിസ് ലാബിലേക്ക് അത് അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ അറിയുമ്പോൾ ഇവിടെ ദുരൂഹതകൾ ചുരുളഴിയുന്നു. മാത്രമല്ല ADM നവീൻ ബാബു യാത്രയയപ്പ് ചടങ്ങിന് ശേഷം കളക്ടറുടെ ക്യാബിനിൽ ചെന്ന് തനിക്ക് തെറ്റുപറ്റി എന്ന് കളക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ കളക്ടറുടെ ക്യാബിനിലുള്ള CCTV ദൃശ്യങ്ങൾ ഇനിയും കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഷംസുദ്ദീനെ കുറിച്ച് യാതൊരു വിവരവും ഇപ്പോഴില്ല. നവീൻ ബാബു മുനീശ്വരൻ കോവിലിൻ്റെ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുനീശ്വരൻ കോവിലിൻ്റെ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടില്ല. നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് കളക്ടറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംസാരിച്ചതിൻ്റെ ഫോൺ കോളുകൾ, അതിൻ്റെ വിശദ വിവരങ്ങൾ ഇനിയും സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. ടവർ ലൊക്കേഷനുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ നിരവധി ദുരൂഹതകൾ ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അടിമുടി ദുരൂഹത തന്നെയാണ് ഉള്ളത്. മാത്രമല്ല CBI അന്വേഷണം വേണ്ട എന്ന തരത്തിൽ തന്നെയാണ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. സർക്കാർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ അടിവരവിട്ട് പറയുന്നു, പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് നല്ലപോലെ അന്വേഷിക്കുന്നുണ്ട്, കുറ്റമറ്റ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് CBI അന്വേഷണം? സർക്കാർ അത് അനുവദിക്കില്ല എന്ന് തന്നെ തീർത്തു പറയുന്നു. മാത്രമല്ല നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് വീട്ടുകാർക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ആ പരാതി കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസും CPMും ഈ കാര്യത്തിൽ ഉരുണ്ട് കളിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ എന്തൊക്കെയോ ഇവർ കൊളിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. CPMൻ്റെ ഉന്നത നേതാക്കൾക്കും ഇതിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട് എന്നുള്ള വസ്തുതയാണ് കേരളീയ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്തരം വസ്തുതകൾ തീർച്ചയായും ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിനും മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണത്തിലെ മേൽപ്പറഞ്ഞ ന്യൂനതകളും പരിമിതികളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ CBI അന്വേഷണം ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് വിധിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്, എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിശദമായ ഒരു പഠനവും മുൻകാല വിധികളെല്ലാം പരിശോധിച്ചതിന് ശേഷം കൃത്യമായ ഒരു ജഡ്ജ്മെൻ്റ് അദ്ദേഹം എഴുതുകയാകാം, വിശദമായ ജഡ്ജ്മെൻ്റ് എഴുതുകയായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിൽ കാലതാമസം എടുക്കുന്നത്. അതായത് 2024 ഡിസംബർ 12-ാം തീയതിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിൽ കൃത്യമായ വാദം കേൾക്കുന്നത്, വിശദമായ വാദം കേൾക്കുന്നത്. നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകനായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ജോൺ റാൽഫിൻ്റെ വിശദമായ വാദങ്ങളും ആ വാദമുഖങ്ങൾ അദ്ദേഹം എഴുതി തയ്യാറാക്കി ആർഗ്യുമെന്റ് നോട്ട് കൃത്യമായി തന്നെ കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സർക്കാരിൻ്റെ വാദങ്ങളും ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് കേൾക്കുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം കൃത്യമായ ഒരു നിയമ നിർവഹണ നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ കേരളീയ പൊതുബോധം ആശങ്കപ്പെടുന്നത് പോലെ ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് തന്നെ
ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് വിധിയിടും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു ഉത്തരവിന് വേണ്ടി കേരളം കാത്തിരിക്കുന്നു. എന്തായാലും നവംബർ 26-ാം തീയതി കൊടുത്ത ഹർജിയിൽ ഡിസംബർ 27-ാം തീയതിയായിട്ടും തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ള സംശയങ്ങളെല്ലാം നിയമപരമായ വ്യാഖ്യാനങ്ങൾ നൽകി കേസ് കൃത്യമായി പഠിച്ച് ഒരു ജഡ്ജ്മെന്റ് എഴുതി തയ്യാറാക്കുന്നതിന് എടുത്തിരിക്കുന്ന ന്യായമായ സമയം തന്നെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നിയമജ്ഞരും ഒരുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണത്തിന് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഉത്തരവിടും എന്ന് തന്നെയാണ് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇനിയും എന്താണ് കോടതിയിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി നൽകിക്കൊണ്ട് കൃത്യമായി CBI അന്വേഷണത്തിന് ഉത്തരവിടും എന്ന് തന്നെയാണ് ഏവരുടെയും പ്രത്യാശ. കേരളീയ പൊതുബോധവും കേരളത്തിൻ്റെ മനസാക്ഷിയും ഇത് തന്നെ ആഗ്രഹിക്കുന്നു. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.